അയ്യോ, ഈ അച്ഛനെ കാണുന്നില്ലല്ലോ അമ്മേ. ട്യൂഷൻ ക്ലാസ്സിൽ എത്തേണ്ട സമയം ഇപ്പൊ കഴിയും. നീ ഒന്ന് അടങ്ങി നീതു. അച്ഛൻ ഇപ്പൊ വരൂന്നല്ലേ പറഞ്ഞേ? എന്തൊക്കെയോ മേടിക്കാൻ പോയിന്നാ പറഞ്ഞേ. എന്റെ പൊന്നു ഗീതേ, നീ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഈ കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂർ വിടുന്നേ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. സ്കൂളിൽ നിന്നൊക്കെ വിടുന്നത് പോലെയാണോ ഈ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന്? ആ ട്യൂഷൻ പെണ്ണൊരു ചെറിയ കോളേജ് പെങ്കൊച്ചല്ലേ, അവർക്ക് പറ്റുമോ ഇവരെ നോക്കാൻ? ഒരു കണക്കിനാണ് സമ്മതിപ്പിച്ചത്. അമ്മ പേടിക്കൊന്നും വേണ്ടമ്മേ, ഈ പരിസരത്തുള്ള എല്ലാ കുട്ടികളും പോകുന്നുണ്ട്. പിന്നെ ട്യൂഷൻ എടുക്കണ ആളുമില്ലേ, അവള് മാത്രമല്ല, അവളുടെ വീടിനടുത്തുനിന്ന് ഒരു ആന്റീനെയും കൂടി അവള് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടുപേരും കൂടി നോക്കിക്കോളും. ഇന്ന് വരെ പോയാൽ നാളെ ഇങ്ങോട്ട് എത്തില്ലേ? എന്റെ ദൈവമേ, നീതു നിത്യം പോകുന്നത് ഓക്കേന്ന് വിചാരിക്കാം. അവര് വലിയ പിള്ളേരല്ലേ. ഈ കുണുക്കനും കുണുക്കി എന്ത് കുഞ്ഞാ. ഇവര് നീ ടൂർ വിടുന്നുണ്ടല്ലോ, അത് നീ ഇല്ലാതെ. കുണുക്ക കുണുക്കി നിങ്ങൾ പറഞ്ഞ കേക്കില്ലേ, വാക്ക് മാറില്ലല്ലോ. അമ്മ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ വീട്ടിലിരുന്ന് നോക്കണ പോലെയല്ല ടൂർ പോകുമ്പോ നോക്കണത്. ഈ രണ്ട് പിള്ളേർ എങ്ങോട്ടെങ്കിലും ഓടിയാലോ, വല്ല വെള്ളമുള്ള സ്ഥലത്തൊക്കെ പോണെങ്കിൽ അത് അപകടമാണ്. ചേച്ചി, അമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇനി കുട്ടികളെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ കൂടെ നമ്മുടെ ടൂറും കൂടി ക്യാൻസൽ ആക്കും. കുണുക്കനെ കുണിക്കനെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ആ ട്യൂഷൻ ടീച്ചറും ആ ആന്റിയും പാവങ്ങളാ, അവരെ നോക്കിക്കോളാം. അച്ഛൻ ഇനി കൂടുതൽ ടെൻഷൻ അടിപ്പിക്കണ്ട. ആ മാധവൻ ഇങ്ങോട്ട് വരട്ടെ, അവനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്തിരിക്കില്ലാത്ത പിള്ളേരെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂർ വിട്ടോന്ന്. ചേച്ചി, ഇനി ഇവിടെ നിന്ന് അച്ഛമ്മ ചിലപ്പോൾ അച്ഛനോട് പറഞ്ഞ് മനസ്സ് മാറ്റിക്കും. നമുക്ക് പോയാലോ? അതിടി നേരാ. അമ്മേ, അച്ഛനോട് നേരെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് വരാൻ പറ. ഞങ്ങൾ പോകുക. കറക്റ്റ് 5 മണിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ ഇനി നിന്നാ വൈകും. എടി, അത് അച്ഛൻ എന്തോ മേടിച്ചോണ്ട് വരാൻ, നിങ്ങൾക്ക് ടൂർ കൊണ്ടുപോകാനുള്ള എന്തൊക്കെയാന്ന് പറഞ്ഞു. അത് വാങ്ങാതെ എങ്ങനെയാ പോകുന്നേ? അമ്മ, അതൊന്നും സാരിയില്ല, ഞങ്ങൾ പോകുക. അയ്യോ, ഞാൻ കൊണ്ടേ ആക്ക, അവിടെ നിക്ക്. നല്ല പിള്ളേര്. ടിയ, ബി കെയർഫുൾ. അറിയാലോ, ഫസ്റ്റ് ടൈമാണ് മമ്മി നിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊക്കെ ടൂർ വിടുന്നത്. അത് നീ നിർബന്ധിച്ചുകൊണ്ടത് മാത്രം. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണേ, മമ്മിക്ക് ടെൻഷനുണ്ട്. ഓഫ് കോഴ്സ് മമ്മി, ഞാൻ ശ്രദ്ധിച്ചോളാം. മമ്മിക്കറിയാലോ, ആ നീതു നിത്യ കുണുക്കൻ കുണുക്കി എല്ലാവരും വരുന്നുണ്ട്. ഞാൻ മാത്രം ട്യൂഷൻ ക്ലാസ്സിൽ നിന്നുള്ള ടൂറിന് പോയില്ലെങ്കിലേ പിന്നെ ക്ലാസ് തുറന്നു കഴിയുമ്പോൾ ഞാൻ അവരുടെ തള്ളു കേൾക്കേണ്ടി വരും. ടൂർ വിശേഷങ്ങളും ഞാൻ ഒറ്റപ്പെടും മമ്മി. നീ എപ്പോഴും നിന്റെ ഫ്രണ്ട് പിങ്കിനെ കൂടി മാത്രം നടന്നാൽ മതി. ആ കുട്ടികളെ നീതു നിത്യൊക്കെ കച്ചറ കുട്ടികളാ. നിങ്ങളാണെങ്കിൽ ഇന്ന് സ്റ്റേ കൂടി ചെയ്യുന്നതല്ലേ, നാളെയല്ലേ വരൂ. അവരെ ഒന്നും അടുപ്പിക്കണ്ടാട്ടോ. അയ്യേ, അവരേക്ക് ആരടിപ്പിക്കുന്നു? അടുപ്പിക്കില്ലെന്ന് മാത്രമല്ല, നല്ല പണിയും കൂടി ഞാൻ കൊടുക്കും. നോട്ട് ചെയ്യാം, ടൂറ് പോകുമ്പോൾ നീ അവർക്ക് പണിയൊന്നും കൊടുക്കണ്ട. കാരണം മമ്മി ഇവിടെയല്ലേ, നീ ഇവിടെ ഒറ്റക്കല്ലേ. ഒറ്റക്ക് പണി കൊടുത്തെങ്ങാനും പാളിപ്പോയാലേ ട്യൂഷൻ ടീച്ചർ നിന്നെ വഴക്ക് പറയും. അതുകൊണ്ട് വേണ്ട. എന്താ മമ്മി ഇത്? എപ്പോഴും അവരല്ലേ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞാൽ അവൾക്ക് മാർക്കിട്ടൊക്കെ ഒരു പണി കൊടുക്കാൻ കൂടിയാ ഞാനിപ്പോൾ ഈ ടൂറിന് പോകുന്നേ. വിഷമിക്കാതിട്ട് ഈ സമ്മർ വെക്കേഷൻ നിന്റെ പപ്പ വരുമ്പോൾ അവർക്ക് എന്തായാലും നല്ലൊരു പണി കൊടുത്തോളും. നീ ഒറ്റയ്ക്ക് പോയി പണി കൊടുക്കണ്ട. നമുക്കെന്ന് ഇറങ്ങാം. 5 മണിക്ക് എത്താനല്ലേ മാള് പറഞ്ഞത്? ശരി മമ്മി, ഇറങ്ങാം. പിങ്കിയും ട്യൂഷൻ ക്ലാസ്സിലേക്ക് എത്തിക്കോളാന്നാ പറഞ്ഞത്. ആഹാ, കറക്റ്റ് സമയത്ത് തന്നെ റെഡി ആയിട്ട് വന്നല്ലോ. നിങ്ങൾ ആദ്യം വന്നത്, ഇനിയും കുട്ടികൾ എത്താനുണ്ട്. മാളു, അറിയാലോ, നീ ഒത്തിരി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ 4 കുട്ടികളെയും വിട്ടത്. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇവർ 4 പേരില്ലേ, അതുകൊണ്ട് അറിയാലോ, നല്ലോണം നോക്കിക്കോളണേ. പേടിക്കണ്ട, അതിനല്ലേ ഇവളുടെ കൂടെ ഞാൻ പോകുന്നത്. ഞാൻ ഇവളുടെ ആന്റിയാ, പുഷ്പാന്റി. ഞാനും നോക്കിക്കോളാം പിള്ളേരെ. ഞങ്ങളങ്ങനെ ടൂറൊക്കെ കൊണ്ടുപോകുന്നതാ. അതെ പുഷ്പാന്റിയെ, ഇവിടുത്തെ LKG-യിലെ ആന്റിക്ക് അറിയാം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ. ആഹാ, വലിയൊരു ബാഗാണല്ലോ കൊണ്ടുവന്നേക്കണേ. മാളു ടീച്ചറെ, അത് ഞങ്ങളുടെ 4 പേരുടെയും ഡ്രസ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും വലിയ ബാഗ് ഒരെണ്ണത്തിലാക്കി എടുത്തേ. അത് നന്നായി. ഒത്തിരി ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് പാടായിരിക്കും. ഇപ്പൊ ഒരു ബാഗല്ലേ ഉള്ളൂ, അത് മതി. മാളു മിസ്, ആ ടീയക്കുട്ടി എത്തിയല്ലോ. ഇനി 3 പേരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ഇവിടെ തുടങ്ങുമായി. ഓ, ഇവരും ഉണ്ടോ? ഇടി നീതമോളെ, നീ അല്ലേടി പറഞ്ഞത് ടീയക്കുട്ടിയൊന്നും ടൂർ വരുന്നില്ല എന്ന്? ഇവൾ വരുന്നത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇവൾ അവസാന നിമിഷം സമ്മതിച്ചതാന്ന് തോന്നുന്നു. ദേ മാളു മിസ്സേ, അറിയാലോ, നിങ്ങൾ സ്റ്റേ ഉള്ളതല്ലേ. ടീയക്കുട്ടി അങ്ങനെ കണ്ട ആപ്പ ഹോട്ടലിലൊന്നും താമസിക്കില്ല. മറ്റു കുട്ടികൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കും. 5 സ്റ്റാർ ഓർ 7 സ്റ്റാർ തന്നെ സ്റ്റേ എടുക്കണേ. അതൊന്നും മാഡം പേടിക്കണ്ട, നല്ല സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഫുഡിന്റെ കാര്യം അറിയാലോ, ടീയക്കുട്ടിക്ക് ബെസ്റ്റ് തന്നെ കൊടുക്കണം. കാശൊരു വിഷയമല്ല. മിസ് എത്രയാന്ന് പറഞ്ഞാൽ മതി, അപ്പം ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേക്കാം. എല്ലാവർക്കും ബെസ്റ്റ് ഫുഡ് തന്നെയാണ്. ഞാൻ നോക്കിക്കോളാം മാഡം അതൊക്കെ. എന്തായാലും ഇനി 3 പേര് കൂടി വരാനല്ലേ ഉള്ളൂ. ഞാൻ ആ ഡ്രൈവറിനോട് വണ്ടി ഒന്ന് നീക്കിയിടാൻ പറയട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ നിൽക്കണേ. ഓ, അവളുടെ ഒരു തള്ള്. നിങ്ങൾക്ക് ടൂറ് കൊണ്ടുപോകാനുള്ള എന്തോ സർപ്രൈസും കൊണ്ട് വരാമെന്നും പറഞ്ഞു പോയിട്ട് ഈ മാധവൻ ചേട്ടനെ കാണുന്നുമില്ലല്ലോ ദൈവമേ. ഇനി അച്ഛൻ വീട്ടിൽ പോയിട്ടുണ്ടാകും അമ്മേ? ഇല്ല, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സിലേക്ക് വന്നാൽ മതിയെന്ന്. ഇനി എപ്പോൾ വരാനാണ്? അല്ല ടീയക്കുട്ടി, ടൂറ് പോകുമ്പോൾ നിങ്ങളോട് അരി കൊണ്ടുവന്നോന്ന് പറഞ്ഞിട്ടുണ്ടോ? അരിച്ചാക്കോ? മമ്മി എന്തൊക്കെയായി പറയുന്നേ? നോക്ക് ടീയക്കുട്ടി, അവിടെ ഒരു അരിച്ചാക്കിയിരിക്കുന്നു. ഓ മമ്മി,
വെരി ഫണ്ണി. നോക്കടി, അവര് നമ്മുടെ ബാഗിനെ കളിയാക്കുന്നേ, അരിച്ചാക്കുന്ന. നിങ്ങളൊന്നും അത് മൈൻഡ് ചെയ്യാൻ പോകണ്ട. ഇതൊരു ഫൺ ട്രിപ്പാണെന്ന് മാൽ ടീച്ചർ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ അങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെയുള്ള പലതും ഉണ്ടാകും, അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട. എന്നാലും എനിക്ക് ചിരി വന്നിട്ട് വയ്യ എൻ്റെ ടീയക്കുട്ടി. ചിലർക്കൊക്കെ പലചരക്ക് കടയാണല്ലോ, അപ്പൊ പിന്നെ അവിടെ നിന്ന് എടുത്ത ചാക്കായിരിക്കും ഇത്. ഓ എന്റെ പൊന്നമ്മ, എന്റെ നാവ് ചൊറിയുന്നവരാണ്ട് പറഞ്ഞാലോ. വേണ്ടെന്ന് പറഞ്ഞില്ല നീതു മോളെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. മോളെ, റൂമിൽ ബാഗൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നിന്റെ വില കൂടിയ ട്രോളി ബാഗാ, അമേരിക്കയിൽ ഡോളേഴ്സ് എണ്ണിക്കൊടുത്ത് മേടിച്ചതാ. ഇതേപോലുള്ള ചാക്കിനെ കൂടിയൊന്നും വെച്ചേക്കല്ലേ. നോ മമ്മി നോ, എനിക്കാണെങ്കിൽ ഇച്ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്താ കുണുക്കി, നിനക്ക് ഫീൽ ആയോ? അസൂയൊക്കെ കണ്ണുപിടിക്കും കാര്യമില്ല എൻ്റെ മോളെ. ഈ ട്രോളി ബാഗേ ഒന്ന് തൊടാൻ പോലും നിനക്കൊന്നും പറ്റില്ല, അത്ര വിലയുള്ള ബാഗാ ഇത്. കുണിക്ക് ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കണമെന്ന്. അത് ശരിയാ, എന്റെ ട്രോളി ബാഗിന്റെ അടുത്തുനിന്ന് നീ മാറിക്കേ. കുഞ്ഞാണെങ്കിൽ അതിന് സഹിക്കുന്നില്ല കേട്ടോ. മക്കളെ, അച്ഛൻ എത്ര നേരം വീട്ടിൽ നോക്കിയെന്നറിയോ? സമയം വൈകിയപ്പോഴാണ് ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലോട്ട് വന്നേ. അത് പിന്നെ അച്ഛന് കടയിൽ തിരക്കുണ്ടായിരുന്നു മക്കളെ. അച്ഛനെന്തോ സർപ്രൈസ് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, അതെന്താ അച്ഛാ? നിങ്ങൾ എന്തോ വാങ്ങുന്നൊക്കെ പറഞ്ഞല്ലോ, അതെന്താ? അതൊക്കെ തരാം, അത് സർപ്രൈസാ. നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ണടിച്ച് നിന്നോ. ഇതാണ് സർപ്രൈസ്, അടിപൊളി. ഇതാ അച്ഛൻ വൈകിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിന്റെ ട്രോളി ബാഗ് തന്നെ വേണ്ടേ? എന്തോരം നോക്കിയിട്ട് കിട്ടിയെന്നറിയോ? എന്തായാലും വണ്ടിയുടെ സമയമുണ്ടല്ലോ, വേഗം ആ ബാഗിലെല്ലാം ഈ ട്രോളി ബാഗിലേക്ക് ആക്കുക. ഓക്കെ അച്ഛാ, അത് ഞങ്ങൾ ഏറ്റു. ആഹാ, ഈ ബാഗാണ് കൂടുതൽ ഭംഗി. അപ്പൊ മക്കളെ, നന്നായിട്ടൊക്കെ പോയിട്ട് വാ, തല്ലൊന്നും പിടിക്കരുത് കേട്ടോ. അച്ഛന്റെ കടയിൽ നല്ല തിരക്കുണ്ട്, അച്ഛൻ തിരിച്ചു പോവാൻ കേട്ടോ. എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? കുറച്ചു മുമ്പ് എന്തായിരുന്നു എന്റെയൊക്കെ പ്രഹസനം? അരിച്ചാക്ക്, ട്രോളി ബാഗ്. ഇപ്പൊ ഞങ്ങളുടെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന കണ്ടോ, നല്ല ഒന്നാന്തര യൂണിക്കോൺ ബാഗാ. ഓ, അത് ലോക്കൽ മാർക്കറ്റിലെ അല്ലേ? എന്റെ അമേരിക്കയിലെയാ. മക്കളെ ഇങ്ങ് പോരെ, അമ്മ പറഞ്ഞിട്ടില്ലേ ചില ആളുകൾ അങ്ങനെയാ, അവരോട് സംസാരിക്കണ്ട, അവർ അകറ്റി നിർത്തുന്നതാ നല്ലത്. നിങ്ങൾ ഇങ്ങ് പോരെ. ഓ, ഒരു പൊട്ട ട്രോളി ബാഗ് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ കണ്ട അഹങ്കാരം കണ്ടില്ലേ? കുട്ടികളെ, ബാക്കി 3 പേരിന്റെ വന്നോട്ടോ, അവരപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമുക്കെന്നാ വണ്ടിയിലോട്ട് കയറാം. ആഹാ, നല്ല ട്രോളി ബാഗാണല്ലോ. ഇതാണല്ലേ നിങ്ങളുടെ അച്ഛൻ തന്ന സർപ്രൈസ്? ഞാനിപ്പോ കണ്ടായിരുന്നു മാധവൻ ചേട്ടൻ ട്രോളി ബാഗായിട്ട് ഇങ്ങോട്ട് വരുന്നത്. നല്ല വിലയാന്ന് തോന്നുന്നു ഇതിന്. ഞാനൊരു തവണ മേടിക്കാൻ നോക്കിയപ്പോഴേ നല്ല വിലയായിരുന്നു. ടീയക്കുട്ടിയുടെ ബാഗും കൊള്ളാം, പക്ഷെ അതിനേക്കാൾ ചെറുതായിപ്പോയി. അത് സാരമില്ല, അപ്പൊ എല്ലാരും വണ്ടിയിൽ കയറേ. മമ്മി